നമസ്കാരം. ഇന്ന് എനിക്ക് നിങ്ങളോട് വളരെ ഗൗരവമുള്ള എന്നാൽ അത്രമേൽ വൈകാരികമായ ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കുന്നില്ല എന്നത്. ശരിയാണ്, മാറുന്ന കാലത്തിനനുസരിച്ച് മക്കളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം. പക്ഷെ ഇവിടെ മക്കൾ മറന്നു പോകുന്ന ഒരു വലിയ സത്യമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിൽ പലരും ഇന്ന് നിൽക്കുന്ന ഈ പ്രായം ഉണ്ടല്ലോ, ഇതിനേക്കാൾ ചെറിയ പ്രായത്തിൽ സ്വന്തം സ്വപ്നങ്ങളും മോഹങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് അവർ. നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ അമ്മമാർ ഒരിക്കൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന പെൺകുട്ടികളായിരുന്നു. പാട്ടുപാടണമെന്നും നൃത്തം ചെയ്യണമെന്നും പഠിച്ച് വലിയ നിലയിലെത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർ. എന്നാൽ ചെറുപ്രായത്തിലെ വിവാഹവും ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പിന്നെ നിങ്ങളെ വളർത്താൻ വേണ്ടിയും അവർ ആ സ്വപ്നങ്ങളെല്ലാം ബലികഴിച്ചു. ഇന്ന് അവർക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ അവരൊരു പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാലോ ഒരു വീഡിയോ ചെയ്യാലോ പല മക്കൾക്കും അത് നാണക്കേടാ. എന്തിനാ നിങ്ങൾ നാണിക്കുന്നത്? ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷിക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ സന്തോഷത്തിൽ അവരെ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? മാതാപിതാക്കൾ എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാനും നിങ്ങളെ മനസ്സിലാക്കാനും മാത്രമുള്ള ഒരു മെഷീൻ ആണെന്ന് ദയവായി കരുതരുത്. അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും പരിഗണന വേണം. ഓരോ പ്രായത്തിലും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അത് പരസ്പര ബഹുമാനത്തോടെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇന്ന് ലോകം മാറിയിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കുന്ന പോലെ തന്നെ മക്കൾ മാതാപിതാക്കളെയും തിരിച്ചു മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്നേഹം എന്നത് പരസ്പരമുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉള്ളിലെ ആ പഴയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നിങ്ങളും കൂടെ നിൽക്കുക. അവരുടെ ചെറിയ സന്തോഷങ്ങൾ അഭിമാനിക്കാൻ പഠിക്കുക. ഓർക്ക് അവർ സന്തോഷിക്കുമ്പോഴാണ് ആ വീട് ശരിക്കും പ്രകാശിക്കുന്നത്. ചില മക്കളുണ്ട്, എന്റെ അമ്മയുടേത് തള്ള വൈബാന്നൊക്കെ പറയുന്നത്. ഓരോ പ്രായത്തിലും ഓരോ വൈബ് തന്നെയാണ്. നിങ്ങളുടെ ഇന്നത്തെ വൈബ് അവർ മനസ്സിലാക്കണമെന്ന് വാശി കാണിക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ വൈബ് എന്തായിരുന്നു എന്ന് നിങ്ങളും മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് എല്ലാ കാര്യങ്ങളിലും മക്കളുടെ വേഗതയിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അവിടെ അക്ഷമ കാണിക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിക്കാനാണ് മക്കൾ ശ്രമിക്കേണ്ടത്. ഓർക്ക് ലോകം എത്ര വേഗത്തിൽ ഓടിയാലും മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ വേഗത എന്നും മക്കൾക്ക് വേണ്ടിയുള്ളതാണ്.